കേരളത്തെ ആകെ ഉലച്ചുകൊണ്ട് വീണ്ടും PSC പരീക്ഷാ വിവാദം സംസ്ഥാനത്ത് ആളിപ്പടരുകയാണ്. പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവി വെള്ളത്തിലാക്കിക്കൊണ്ട് ഉയർന്നുവന്ന PSC പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളിൽ ഇപ്പോൾ പുതിയൊരു നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണ വിവരങ്ങൾ ഒരു കാരണവശാലും മാധ്യമങ്ങളോട് പങ്കുവയ്ക്കരുതെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ രഹസ്യ ഉത്തരവ്. 2 ആഴ്ചയ്ക്കകം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ DGP ആവശ്യപ്പെട്ടു. PSCയിൽ നിന്ന് പരീക്ഷാ രേഖകൾ ആവശ്യപ്പെട്ട അന്വേഷണ സംഘം കത്തയച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തിന് മുന്നിൽ ഇതുവരെ എത്തിയത് 20ഓളം ഗുരുതരമായ പരാതികൾ. KAS പ്ലാനിംഗ് ബോർഡ് ചീഫ് തസ്തികകളിലെ പരീക്ഷാ ക്രമക്കേടുകൾ ആദ്യം അന്വേഷിക്കും. പരാതി നൽകിയ മുഴുവൻ ഉദ്യോഗാർത്ഥികളുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്താൻ IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം. പരീക്ഷാ നടത്തിപ്പിലും മൂല്യനിർണ്ണയത്തിലും അഭിമുഖത്തിലും അട്ടിമറികൾ നടന്നെന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പോലീസ് അന്വേഷണ പരിധിയിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ ഇതിലേറ്റവും പുതിയതും ചർച്ചാ വിഷയവുമായ കാര്യം മറ്റൊന്നുമല്ല. ഈ വലിയ കേസിലെ അന്വേഷണ വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ സംസ്ഥാന DGP കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതാണ്. അന്വേഷണത്തിന്റെ യാതൊരുവിധ പുരോഗതിയും അല്ലെങ്കിൽ വിവരങ്ങളും മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കരുതെന്നാണ് പോലീസ് മേധാവിയുടെ കൽപ്പന. അന്വേഷണത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പോലും പുറത്തുപോയാൽ അത് കേസിന്റെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കുമെന്നും തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ ഇടയാക്കുമെന്നുമാണ് പോലീസിന്റെ ഔദ്യോഗിക നിലപാട്. പരീക്ഷാ ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന സംഘത്തിൽ നിന്ന് മാധ്യമങ്ങൾക്ക് നിരന്തരം വിവരങ്ങൾ ലഭിക്കുന്നത് തടയാൻ കർശനമായ നിരീക്ഷണം വേണമെന്നും DGPയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിവേഗത്തിൽ തന്നെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വരും ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ ആദ്യഘട്ട റിപ്പോർട്ട് DGPക്ക് സമർപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനായി പരമാവധി 2 ആഴ്ചത്തെ സമയമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. IG അജിത ബീഗത്തിന്റെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത്. ADGP H വെങ്കടേഷിനാണ് അന്വേഷണത്തിന്റെ പൂർണ്ണമായ മേൽനോട്ട ചുമതല നൽകിയിട്ടുള്ളത്. ഒരു SP, DYSP, ഒരു ഇൻസ്പെക്ടർ എന്നിവരടങ്ങുന്ന ശക്തമായ ഒരു സംഘമാണ് കേസിലെ നിഗൂഢതകൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അന്വേഷണ സംഘം രൂപീകരിച്ചതിന് പിന്നാലെ തന്നെ പരീക്ഷകളിലെ കൃത്രിമങ്ങൾ സംബന്ധിച്ച് വിശദമായി പരിശോധിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി വിവാദത്തിലായ പരീക്ഷകളുടെ രേഖകൾ അടിയന്തരമായി വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് PSCക്ക് അന്വേഷണ സംഘം കത്തയച്ചു കഴിഞ്ഞു. പരീക്ഷാ പേപ്പറുകൾ, OMR ഷീറ്റുകൾ, മൂല്യനിർണ്ണയ രേഖകൾ, ഇന്റർവ്യൂ മാർക്ക് ലിസ്റ്റുകൾ എന്നിവയടക്കം എല്ലാം നിർണായക തെളിവുകളും പരിശോധിക്കാനാണ് SITയുടെ തീരുമാനം. കേരളത്തിലെ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്ന KAS പരീക്ഷയിലെ ക്രമക്കേടുകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ഉണ്ടാകും. പ്ലാനിംഗ് ബോർഡിലെ 3 വിഭാഗങ്ങളിൽ ചീഫ് തസ്തികകളിലേക്ക് നടന്ന പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇതിൽ പ്രധാനം. ഈ 2 പരീക്ഷകൾക്ക് പുറമെ സമാന സ്വഭാവമുള്ള മറ്റ് പ്രധാന തസ്തികകളിലേക്ക് മുൻപ് നടന്നിട്ടുള്ള അഭിമുഖങ്ങൾ, ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് ഓഫീസർ പരീക്ഷ, ഹോട്ടൽ മാനേജ്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള പരീക്ഷകൾ എന്നിവയിലെല്ലാം കൃത്രിമങ്ങൾ നടന്നിട്ടുണ്ടെന്ന ആരോപണത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കും. കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ പരാതി നൽകിയ ഉദ്യോഗാർത്ഥികളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം ഇപ്പോൾ മുൻഗണന നൽകുന്നത്. നിലവിൽ മൊഴിയെടുക്കൽ പ്രക്രിയ അതിവേഗം പുരോഗമിക്കുകയാണ്. ലഭിച്ച 20ഓളം പരാതികളിൽ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളും കൃത്യമായി പരിശോധിച്ചതിനു ശേഷം മാത്രമേ പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനത്തിലേക്ക് SIT കടക്കുകയുള്ളൂ. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം കോടതിയുടെയും DGPയുടെയും നിർദ്ദേശപ്രകാരമായിരിക്കും കേസിലെ തുടർ നടപടികൾ. PSC പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഇത്തരം വലിയ അട്ടിമറികൾ പുറത്തു കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്ന ഉദ്യോഗാർത്ഥി കൂട്ടായ്മകൾ ആവശ്യപ്പെടുന്നു. LDF ഭരണകാലത്ത് KASൽ രാഷ്ട്രീയ താൽപര്യത്തോടെ വ്യാപക നിയമനങ്ങൾ നടത്തിയെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. എഴുത്തുപരീക്ഷയിൽ മുന്നിലെത്തിയവരെ ഒഴിവാക്കി ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ അഭിമുഖത്തിൽ മാർക്ക് വാരിക്കോരി നൽകിയതായും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിയമിതരായവർ ആരൊക്കെയാണെന്നും സർക്കാർ പരിശോധിക്കും. ഇവർക്കെതിരെ ഇനി നടപടിക്ക് സാധ്യതയില്ലെങ്കിലും ഭാവിയിൽ പരീക്ഷകൾ കുറ്റമറ്റതാക്കാനുള്ള ഊർജിത നടപടിയിലേക്ക് കടക്കാനാണ് തീരുമാനം.